വലിച്ച് ടൈറ്റ് ചെയ്യുക. ത് അത്യാവശ്യം അതിനായിട്ട് നമ്മുടെ മുസ്തഫയെ ക്ഷണിച്ചു കൊടുത്തു. നമുക്ക് വില്ലേജ് ഇൻസ്പെക്ടറിന്റെ സാരഥിയാണ്. അവരുടെ ടീം ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്. ഇന്നലെ മാത്രമല്ല, ഇതിനു മുമ്പ് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തണം എന്ന കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വന്ന് എല്ലാ സ്ഥലം കാണുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ തവണയാണ് വരുന്നത്. അപ്പൊ മുസ്തഫയെ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനായി ക്ഷണിച്ചു കൊടുത്തു. എല്ലാവർക്കും നമസ്കാരം. എന്താണ് എല്ലാവരും ഉഷാറല്ലേ? ഇത് ഉഷാറായിട്ടില്ല, ഒരു ഉന്മേഷം തരണം. നമുക്കത് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് കൂടിയേക്കണം. ആ രീതിയിൽ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കാണാം. എല്ലാവരും ഉഷാറായിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും കൂടുതലായിട്ട്, അതായത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് നമ്മുടെ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണ് നമുക്ക് അറിയാൻ കഴിയുക? ആയിരിക്കും അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അതായത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവം, അതായത് നമ്മുടെ വീട്ടിലുള്ള മക്കളായിക്കോട്ടെ, വൈഫായിക്കോട്ടെ, അച്ഛനമ്മമാർക്കായിക്കോട്ടെ, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കുക എന്ന ഒരു ഇത്, അത് എന്താ പറയാ, നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കുക, അതിന്റെ വലുതായിട്ട് വേറെ ഒന്നുമില്ല. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നമ്മുടെ ജോലിയിൽ സേഫ്റ്റി ഉറപ്പാക്കി തന്നെ ജോലി ചെയ്യാം. നമ്മുടെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകൾ ഒരുപാട് റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അതായത് നിങ്ങളുടെ ഓരോ മേഖലയിൽ, നിങ്ങളുടെ പല രീതിയിലുള്ള മേഖലയിൽ ഉണ്ടാവും. അതിലൊക്കെ ജോലിയെല്ലാം അതിൻ്റെതായ രീതിയിൽ എന്താ പറയാ, നിങ്ങളുടെ കഴിവുകൾ വെച്ചിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പൊ അതിൽ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മരമുറി ഫീൽഡിൽ, അതായത് നമ്മുടെ ഈ മരമുറി ഫീൽഡിലുള്ള ആളുകളാണ് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഫീൽഡിൽ വരാനല്ലേ അല്ലേ കൂടുതൽ ആളുകൾ ഈ മരമുറിയെ മരം കയറ്റായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ എന്തോ ആളുകളിൽ. വേറെ നമുക്ക് എല്ലാവരും കിണർ വർക്ക് അങ്ങനെയുള്ള രീതിയിൽ ആരെങ്കിലും ഉണ്ടോ? കിണറിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉയരങ്ങളിൽ വേറെ രീതിയിൽ ഉയരങ്ങളിൽ പണി ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടാവും, മരത്തിലല്ലാതെ. അപ്പൊ കൂടുതലും നമുക്ക് ഇതിനു വേണ്ടി തന്നെ മരത്തിന്റെ ഫീൽഡിൽ തന്നെ വന്നിട്ടുള്ള ആളുകളാണ് കൂടുതൽ കൂടുതൽ. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് തന്നെ കൂടുതൽ പറയാം. നമ്മുടെ ഈ മരമുറി എന്നൊരു സംഭവം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള ഒരു 10 ജോലികളിൽ ഒന്നാണ് നമ്മുടെ ഈ മരമുറി. അതായത് ആളുകൾ അറിയാൻ പറ്റും, ലോകത്തിലെ തന്നെ ഒരു 10 ജോലികളിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള 10 ജോലികളിൽ ഒന്നാണ് നമ്മൾ മരമുറിക്കാരുടെ ജോലി. ആ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ജോലിയിലെ സേഫ്റ്റിയെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. ഇപ്പൊ നമുക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഈ ജോലി ഏത് മേഖലയിലായാലും ഒരു അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൽ എല്ലാ മേഖലകളിലും പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ ഈ മിഷനറികൾ, അതായത് ഈ ചെയിൻ ഷോപ്പ് ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് നമ്മുടെ ഈ സാധാരണ എത്ര വർഷം 335 വർഷമായിട്ട് ഈ ശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഈ കമ്പനി ഇറങ്ങിയിട്ട് ഈ മിഷനുകളൊക്കെ വന്നു തുടങ്ങിയിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 10 വർഷമായിട്ട് ഈ ഹസ്വർണ്ണ കമ്പനി. പക്ഷെ ബാക്കി മിഷനുകളൊക്കെ അതിന് മുമ്പായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ മിഷൻ വന്നതിന് ശേഷം നമ്മളുടെ ഫീൽഡിൽ ഉണ്ടായ മാറ്റങ്ങൾ കുറച്ചെങ്ങാനാണ്. കൽപ്പി കൂട്ടത്തിൽ മഴ ഉപയോഗിച്ചും മറ്റേ സാധാരണ രീതിയിൽ വട്ടവാൾ ഉപയോഗിച്ചും മരം മുറിച്ചിരുന്ന ഒരുപാട് ആളുകളില്ല. ഇതിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളില്ല. ഇന്ന് നിങ്ങളോട് ഈ വിഷയം മാറ്റി വെച്ചിട്ട് ആ രീതിയിൽ ഒന്ന് പണിക്കിറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ കൂട്ടാക്കോ? ഇല്ലല്ലോ, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സേഫ്റ്റി ഉപയോഗിക്കുന്നവർക്ക്. അവരോട് നിങ്ങൾ സാധാരണ രീതിയിലൊന്നും പഴയ രീതിയിൽ തളപ്പൊന്നും ഉപയോഗിച്ച് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിയില്ല. ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നവരുണ്ടാവും സേഫ്റ്റി ആയിട്ട് പണിയെടുക്കുന്ന ആളുകളില്ലേ? ഒരു സേഫ്റ്റി ഉപയോഗിക്കുന്ന എത്ര ആളുകളുണ്ട്? കുറച്ച് ആളുകളുടെ സേഫ്റ്റിയോടെ പണിയെടുക്കണം. ഇപ്പൊ ഇവരോട് നമ്മൾ ഈ സേഫ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല, ഇല്ലാതെ സേഫ്റ്റി ഇല്ലാതെ ഒന്ന് വർക്കിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും? നോക്കുമ്പോൾ ഉറക്കെ സംസാരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ സേഫ്റ്റി ഉപയോഗിച്ചാലുള്ള പ്രത്യേകത. നമ്മുടെ സതീശൻ സാർ പറഞ്ഞത് നമ്മളിതിനെ എന്താ പറയാ, നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കാം. അതായത് ഇതൊരു സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മളെ കൂടെ എപ്പോഴും വേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മളതൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം. ചെറുതിലെ മുതലുള്ള ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പലരും പറയുന്നത് നമ്മൾക്കിപ്പോ പഴയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കതിനെ മാറ്റി വേറെ രീതിയിൽ നമുക്കതിനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഇതിൽ വരാൻ നമുക്ക് കഴിയില്ല, നമ്മൾ പഠിച്ച പണിയിലാണ്. പക്ഷെ അങ്ങനെ പറയുന്ന പലർക്കും പല രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഭൂരിഭാഗം ആളുകളോട് നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്ന ഒരു സംഭവം, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, സേഫ്റ്റിയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ നമുക്ക് കുറെ ഉദാഹരണങ്ങളുണ്ട് പറയാൻ. നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ തന്നെ കോഴിക്കോട് ചെന്നപ്പോ, അതായത് ഇതൊക്കെ വാങ്ങണമെന്നുണ്ട്, എന്നിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഈ വിലയും അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ മാറ്റിവെച്ച
ഒരു സംഭവങ്ങളാണ്. അപ്പൊ ഈ കഴിഞ്ഞ തവണ കോഴിക്കോട് പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു സുഹൃത്ത് നമ്മളടുത്ത് വന്ന് അത് പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടതായിട്ട് തോന്നുന്നുണ്ടെന്ന് ഉറപ്പാട് പരിചയപ്പെട്ട് ഞാൻ ഒരിക്കലും നമ്മുടെ ഷോപ്പിൽ വന്നത്. ഷോപ്പിലൂടെ എൻ്റെ ഇവിടെ ആൾ കോഴിക്കോട്ടുകാരാണ്, നാട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ നോക്കി അതിന്റെ വിലയൊക്കെ എടുത്ത് ബില്ലൊക്കെ ഇട്ടുണ്ടായിട്ട് ഞാൻ പിന്നെ എടുത്തോളാം, ഇപ്പൊ ഫണ്ടിന്റെ പ്രശ്നത്തിനായിട്ട് ഞാൻ തിരിച്ചു വരാം. പിന്നെ ഏകദേശം ഒരു 8-9-10 മാസം കഴിഞ്ഞ ശേഷം പുള്ളിനെ നമ്മൾ ഈ കോഴിക്കോട് വെച്ച് കാണും. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങളെ കാണാൻ വെറുതെ തമാശ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് ഞാൻ 9 മാസമായിട്ട് കെടുക്കിലായി ഇപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി വന്ന് ഇത് ആവശ്യം ഉദ്ദേശിച്ച് പോയ ഒരാള് ഈ ടൈമിൽ അത് പോയി കുറച്ച് നാളിന് ശേഷം എന്തോ ഒരു ഈ മരമുറിക്കുന്നതിന്റെ ഇടയിൽ തന്നെ മരമാടി തെറിച്ചു പോയതാണ്. താഴെ വീണ് 9 മാസം പുള്ളി റെസ്റ്റിലായിരുന്നു. അതായത് അന്ന് ആള് പറഞ്ഞിട്ടുണ്ടായി അത് ഉണ്ടായിരുന്നില്ല, അതൊരു സമയം ആൾക്ക് വെച്ചാലാണ് നമ്മൾ സേഫ്റ്റി ഉപയോഗിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം ആ ഒരു സംഭവം തന്നെയാണ്. നമുക്കിപ്പോ അപകടം എന്നുള്ളത് എപ്പോൾ വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏത് സമയത്തും നമ്മളിപ്പോ എങ്ങനെയോ എത്ര സേഫ്റ്റി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ പല രീതിയിൽ വരാം. അപ്പോ പുള്ളി പറഞ്ഞൊരു ഇതില് നമുക്ക് എന്താ പറയാ, അത് ഉണ്ടായിരുന്നില്ലേ പുള്ളി ഒന്നും നല്ല ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് പോയേനെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആൾക്ക് ഇപ്പോഴും വർക്കിനിറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. അത് സാധിക്കുമായിരിക്കും, അത് കുഴപ്പമില്ലാതെ തന്നെ ഒന്ന് റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്രയും കാര്യം നമ്മളെ ആളുടെ ഒരു സമയത്തെ, അതായത് എന്താ പറയാ, ഈ ഒരു 9 മാസം നമ്മൾ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ വീട്ടുകാർക്ക് എന്തെങ്കിലും എന്താ പറയാ അത്രയും ബുദ്ധിമുട്ട് നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു പ്രയാസം, നമ്മളുടെ മാനസികാവസ്ഥ, ഏറെക്കുറെ സാമ്പത്തിക നഷ്ടങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിസ്സാരം വരുന്ന നമ്മളുടെ ഈ ഒരു സേഫ്റ്റിനെ കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഒരു രൂപ പോലും നമുക്കത് വെറുതെ ആവില്ല. നമ്മുടെ സേഫ്റ്റി ഏത് സമയത്താണ് നമുക്ക് ഇതിന് ആവശ്യം വരിക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും അതേപോലെ നല്ല രീതിയിൽ തന്നെ സേഫ്റ്റിയോട് തന്നെ ജോലി ചെയ്യാം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന് നമുക്ക് അതിന് വേറൊരു കാരണം പറയാം, നമുക്കൊരു സേഫ്റ്റി ഇഷ്യൂ തന്നെ ഉപയോഗിച്ചാൽ അതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. നമുക്കൊരു 1000 രൂപ താഴെ വരുന്ന ഒരു സേഫ്റ്റി ഇഷ്യൂ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമ്മളിപ്പോ പല മേഖലയിൽ പണിയെടുക്കുന്നത്, ഇപ്പൊ മരമുറി തന്നെ എടുത്താൽ ചെയിൻസോ ഉപയോഗിക്കുന്നവർ നമ്മളെ കാലിന് നിശ്ചയം കൊള്ളാനും അതിനൊക്കെ സാധ്യതകളുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാം. എന്നാലും അങ്ങനത്തെ സിറ്റുവേഷനുകളുണ്ട്. അല്ലെങ്കിൽ ഒരു മരം മറിഞ്ഞിരിക്കുന്ന കാലിൽ മറിഞ്ഞിരിക്കുന്ന സംഭവം ഇങ്ങനൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കാലിൽ സേഫായിട്ട് സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപകടം ഒഴിവായി പോയാൽ നമുക്ക് അപ്പം ഉണ്ടാവുന്ന ലാഭം, അതായത് ചെലവാക്കുന്ന ഒരു ഫണ്ടിന്റെ അയോഗ്യ വെച്ചിട്ടല്ല, പക്ഷെ നമുക്ക് അപ്പൊ കിട്ടുന്ന ലാഭം ചിലപ്പോൾ അത് ഇല്ലാത്ത, അതായത് നമ്മുടെ കാലിൽ സേഫ്റ്റി ഇഷ്യൂ ഇല്ലാത്ത സമയത്താണ് നമുക്ക് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം അതിന്റെ അപ്പുറമായിരിക്കും. അതായത് ഉള്ള ഒരാളുടെയും അതില്ലാത്ത ഒരാളുടെയും നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. എത്രയോ ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് അതിന് വേണ്ടി റെസ്റ്റ് എടുക്കേണ്ടി വരും, ഇപ്പൊ അപകടം പറ്റിയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒരുപാട് ആളുകൾ നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാത്ത, അതും ഒരു സാധാരണ തന്നെ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. കാലിൽ വിരലിൽ മെഷീൻ കൊണ്ടിട്ട് നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി വന്ന് ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അവിടെ ഇല്ല, ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ സമയത്താണ് പുള്ളിയുടെ ഒരു വിരല് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ പുള്ളി ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞത് അത് ഉപയോഗിക്കാമെങ്കിൽ അപ്പൊ എനിക്കത് പ്രശ്നമില്ലാതെ ഉപയോഗിക്കാറില്ല ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. ഇതുമാതിരി ഒരുപാട് ഉദാഹരണങ്ങൾ, ഓരോ കാര്യങ്ങൾ. കാരണം നമുക്ക് ഏതാ പറയുക, ഇതിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് ഇതിന്റെ ആവശ്യമില്ലാന്നാണ്. ഇത് ആവശ്യം വരുന്ന സമയം എപ്പോഴാണെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. ഒരു അപകടം സംഭവിക്കുക എപ്പോഴാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ സേഫ്റ്റി ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രാധാന്യം. അതുപോലെ നമ്മുടെ ഇവരുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ കുറെ അനുഭവങ്ങളുണ്ടാവും. മരത്തിന്റെ മുകളിൽ ആള് കുടുങ്ങി അവരിറക്കാൻ പോയിട്ടില്ല, അങ്ങനത്തെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് മരത്തിന്റെ മുകളിൽ കൂടുന്ന പല രീതിയിലും സംഭവിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് തലയിറക്കം വരാം, അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാലും പെട്ടെന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ള കുറെ സിറ്റുവേഷനുകളുണ്ട്. ആ രീതിയിൽ ഇവരുടെ ജീവൻ വരെ പണയം വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു മരം കയറുന്നവരായിരിക്കും, അവരുടെ ജീവൻ വരെ പണയം വെച്ചിട്ടായിരിക്കും ഇവർ മരത്തിൽ കയറി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. കാരണം ഇവർക്കും കൂടെ അപകടം. പക്ഷെ ആ സമയത്ത് നമ്മൾ സേഫ്റ്റിയോടുകൂടി നമ്മൾ സേഫ്റ്റി ബെൽറ്റ് എല്ലാം ധരിച്ചാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇവർക്ക് താഴെ ഇറക്കാൻ നിസ്സാര സമയം മതി. അത്രയും തന്നെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഇവർക്ക് നമ്മളെ താഴെ ഇറക്കാൻ കഴിയും. അത് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കയറ് കണക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ആളെ താഴെ ഇറക്കാൻ കഴിയും. ഏകദേശം എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് അതൊരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ മരത്തിൽ ഓവർ സ്റ്റൈൻ ചെയ്ത് പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്ന് ഈ നാവൊക്കെ കുഴഞ്ഞ് സംസാരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്ന തോന്നിയപ്പോൾ തന്നെ ഒരിക്കൽ നിന്ന് സേഫ് ആയിട്ട് നിന്ന് അരക്കാരിൽ ലോക്ക് ചെയ്ത് നിന്ന് അവിടെ തന്നെ വെച്ചിട്ട് ഒരു കയറിന്റെ തല നമ്മുടെ ബെൽറ്റിൽ ലോക്ക് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ ആ ടൈം നമുക്കൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റിയതാണ്. താഴെ എൻ്റെ കൂടെയുള്ള മുമ്പക്ക പലർക്കും അറിയും, എൻ്റെ കൂടെ പണിയെടുക്കുന്ന മുമ്പക്ക. അപ്പൊ പുള്ളിയോട് പറഞ്ഞ് ഒന്ന് പിടിച്ചോട്ടെ, എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നിട്ട്. അപ്പൊ അത് ഇത് ലോക്ക് ചെയ്തതിന് ശേഷം അത് ഉറപ്പ് വരുന്നതിന് ശേഷം ഞാൻ അരക്കാരിൽ യൂസ് ചെയ്ത് കൊടുത്ത് പുള്ളി എന്നെ താഴ്ത്തിറക്കി. അതൊരു സിറ്റുവേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഇറങ്ങി വരുന്ന ടൈമൊന്നും എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. ഇറങ്ങി താഴേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു, താഴെ എത്തിയപ്പോൾ തന്നെ ഒന്ന് ക്ലിയർ ആയി, ഒന്ന് ശരിയായി വന്ന് എടുത്തുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ഒരു ചെക്കപ്പ് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്തോ ഒരു ആ സിറ്റുവേഷനിൽ വന്നൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു എന്താ പറയുക, നമ്മൾ ആ സേഫ്റ്റി ബെൽറ്റ് ഇട്ട് നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. എല്ലാവരും ഈ ഒരു അരക്കാര് കെട്ടി നമ്മൾ ലോക്ക് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് കയറാൻ പറ്റുന്നവരൊക്കെ ആ സമയത്ത് വന്നിട്ട് വേണം നമ്മൾ താഴെ ഇറക്കാൻ.
അങ്ങനെ സിറ്റുവേഷനുകളൊന്നും വരാതിരിക്കട്ടെ. അങ്ങനെ ഒന്ന് വന്നു പോയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫ്റ്റിയോട് തന്നെ ഇവർക്ക് വന്ന് നമ്മളെ രക്ഷപ്പെടുത്താനും എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് സാധിക്കുന്നതാണ്. അപ്പൊ പരമാവധി എല്ലാവരും സേഫ്റ്റിയോടുകൂടി തന്നെ ജോയിൻ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഈ സേഫ്റ്റി ഉപകരണങ്ങളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലും അതുപോലെ നമ്മുടെ യൂണിവേഴ്സൽ ട്രേഡേഴ്സിന്റെ അവരുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തലൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു ക്ലാസ്, ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്ന നമ്മുടെ സാറ് സതീശൻ സാറ് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും പേരും നന്ദി അറിയിക്കുകയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ്, ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനും അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹെൽപ്പായിട്ട് നമ്മുടെ കുറച്ച് ടീമുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന വൈദ്യുചേട്ടൻ, പത്തനംതിട്ട ഗവൺമെന്റിൽ നിന്ന് വന്ന വൈദ്യുചേട്ടൻ. അതുപോലെ ജംഷീർ, കൊല്ലം ജില്ലയിൽ നിന്ന് ജംഷീർ. അതുപോലെ നമ്മളൊരു ഈ കൊടുവാക്കാരൻ തന്നെ ഉണ്ണി. അതുപോലെ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടീമുകൾ അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും സർഫത്തി, ആദില്, ഫയാദ്. അതേപോലെ ഒരു ഹിന്ദിക്കാരനാണ് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അടുത്ത് തന്നെ പണിയെടുക്കുന്നതാണ് അബ്ദുറഹ്മാൻ. അദ്ദേഹം മലയാളം കാര്യമായിട്ട് അറിയില്ല, പക്ഷെ നല്ല രീതിയിൽ സേഫ്റ്റിയോടുകൂടി പണിയെടുക്കുന്നതും മറ്റുള്ളവർക്ക് പകർത്തിനെ ചെയ്യാൻ ഇതൊരു പ്രചോദനം കൊടുക്കുന്ന ടീമായിട്ട് നമുക്ക് കൂടെ കൂട്ടാൻ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇത് ഈ ഇദ്ദേഹത്തിന്റെ ബേസിൽ തന്നെ ഒരുപാട് ആളുകൾ നല്ല സേഫ്റ്റി ആയിട്ട് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് നല്ല സേഫ്റ്റി ആയിട്ട് ഈ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്ന ടീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ടീം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇവരായിരിക്കും നമുക്ക് ഇതിന്റെ ട്രെയിനിങ് സെക്ഷനും ഇതൊക്കെ ചെയ്തു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോ എന്റെ ഒരുവിധ ആളുകൾക്ക് അറിയുന്നതാണ്. എന്റെ പേര് മുസ്തഫ. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, കൈപ്പമംഗലം മൂന്നുപീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ താമസം. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ വില്ലേജ് വുഡ്പേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ, അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഈ സേഫ്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഇതിന്റെ എന്താ പറയാ നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആവുന്നല്ല. അപ്പൊ പറയുന്നതിൽ കുറെ പോരായ്മകളും ഇതൊക്കെ ഉണ്ടാവും. ഇത് സ്വയം ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട്, എന്റെ ഈ മറുപടി തന്നെ ഫീൽഡ്, അപ്പൊ നമുക്ക് ഇതിനെ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മളിത് ഒപ്പിച്ചെടുത്ത് ചെയ്ത് സ്വയം ചെയ്ത് വന്നൊരു പൈസ എടുത്തൊരു സംഭവമാണ്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുള്ള പരമാവധി നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളിത് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇത്രയും നമ്മളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും ഈ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളായാലും ഈ സൗകര്യങ്ങളും ഇതൊക്കെ ഒരുക്കി തന്ന് നല്ല നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഒരു മോട്ടിവേഷണൽ ക്ലാസ് ഇതിനൊക്കെ തരപ്പെടുത്തുന്ന നമ്മുടെ യൂണിവേഴ്സൽ ട്രേഡേഴ്സിന്റെ ജസ്റ്റിൻ സാർ, അദ്ദേഹത്തിന്റെ ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് സേഫ്റ്റി ഉപകരണങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നൊരു സെഗ്മെന്റ് അതിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഫീൽഡിൽ മരമുറിയുടെ ഫീൽഡിലെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് പറയുന്നത്, കാരണം അതിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സേഫ്റ്റി ഇഷ്യൂ ആണ്. അത് ഏറ്റവും നമുക്ക് കിട്ടാൻ പറ്റുന്ന നല്ല ബെറ്റർ ആയിട്ടുള്ളത് വാങ്ങാൻ നോക്കാം. ഇപ്പോൾ കൂടുതലും സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് പലരും ഈ സേഫ്റ്റിയോട് പിന്നീട് ഒരു പുറകിലോട്ട് നിൽക്കുന്നത്. അത് എത്രത്തോളം നല്ലത് വാങ്ങാൻ നോക്കുന്നു അത്രയും നമുക്ക് സേഫ്റ്റി കൂടുതൽ ഉറപ്പുവരുത്താൻ കഴിയും. അത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സേഫ്റ്റി ഇഷ്യൂ ആണ്. നമുക്ക് നല്ല രീതിയിൽ കാലം സൂട്ടാവുന്ന നല്ലൊരു സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്പൈക്ക്. അത് നമ്മുടെ തന്നെ വില്ലേജ് വുഡ്പേക്കറിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്പൈക്ക്. അത് രണ്ട് കാലിന് സെറ്റ് ആവുന്ന രീതി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് രണ്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് രണ്ട് കാലിലും കൂടെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ സ്പൈക്ക്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കളയിട്ടും ഇതിലൊക്കെ കയറുന്നതിനെ മാറ്റം വരുത്തി നമുക്ക് കുറേ കൂടെ നമ്മുടെ ശരീരത്തിന് ബോഡി ഫ്രീ ആയിട്ട് തന്നെ ശരീരത്തിന് ക്ഷീണമില്ലാതെ തന്നെ നമുക്ക് മരത്തിൽ കയറാൻ കഴിയും. അത്രയും സമയം നമുക്ക് മരത്തിൽ നിൽക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് സമയം നമുക്ക് ഒരുപാട് ജോലി ചെയ്യാൻ, സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനും കഴിയും. അതിന് നമുക്ക് നമ്മുടെ ഈ സ്പൈക്ക്, അതായത് ഈ സ്പൈക്ക് ഉപയോഗിച്ചാൽ അത് സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം അതിനായിട്ട് വേണ്ടത് തന്നെ നമ്മുടെ ഈ സേഫ്റ്റി ബെൽറ്റുകൾ. അത് സാധാരണ രീതിയിൽ വർക്ക് പൊസിഷൻ ബെൽറ്റ് ആയിരിക്കും മാത്രമായിട്ട് വരുന്ന ബെൽറ്റുകളുണ്ട്. ഇതിപ്പോ നമുക്ക് ആയിരിക്കും കാലിലും കൂടെ ആയിട്ട് വരുന്ന സേഫ്റ്റി ഹാർനസ് ആണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ സേഫ്റ്റി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കയറാൻ കഴിയുന്നതാണ്. ഇതിൽ തന്നെ മൾട്ടി പർപ്പസ് ഫുൾ ബോഡി വരുന്നത് നമ്മുടെ ഷോൾഡർ അടക്കം സപ്പോർട്ട് വരുന്ന സേഫ്റ്റി ബെൽറ്റുകളുണ്ട്. ഇതില് ഈ പല രീതിയിലുള്ള ബെൽറ്റുകളുണ്ട്. ഇതാണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ ആയിട്ട് കഴിയുന്നത്. കൂടുതൽ ആളുകളുടെയും പ്രശ്നം സേഫ്റ്റിയിൽ തിരിയുമ്പോൾ ഇതൊക്കെ വലിച്ചു കെട്ടി എങ്ങനെയാണ് എന്നുള്ളതാണ് കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത്. ആളൊക്കെ വലിച്ചേക്ക് വെയിറ്റ് ആവില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളും കൂടുതൽ. പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിതൊരു ഭാരമല്ല, നമ്മളെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണിത്. അടുത്തത് തന്നെ അതിനുവേണ്ടി വരുന്നതാണ് ലൈൻ യാർഡ്.
അതായത് നമ്മുടെ അരക്കയർ, സാധാരണ നമ്മൾ അരക്കയർ എന്ന് പറയുന്ന ലെയിൻയാർഡാണ്. ഇതൊക്കെ അത്യാവശ്യമായിട്ട് തന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, നല്ല ഫ്രീ ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് നമുക്ക് കഴിയുന്നത്. അരക്കാർ, സാധാരണ അരക്കാർ കെട്ടുമ്പോൾ നമ്മൾ മരത്തിൽ കയറി മരത്തിൽ വട്ടം പിടിച്ച് നിന്ന് അല്ലെങ്കിൽ കടി വെച്ച് കെട്ടി അതിൽ നിന്നിട്ടൊക്കെ നമ്മൾ അരക്കാർ കെട്ടാം. ആ സമയത്ത് നമുക്ക് ലാഭിക്കാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ മരത്തിൽ ഇട്ടിട്ടാൽ വെറുതെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് റെഡി ചെയ്തിട്ടാൽ നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ മരത്തിന്റെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതിന് തന്നെ വരുന്ന പല രീതിയിൽ, 2 രീതിയിലായിട്ടുള്ള സെറ്റ് ഇതുണ്ട്. ഒരു അതിൽ നമുക്ക് തന്നെ ഒരു സെക്കൻഡ് റോപ്പ് ആയിട്ട് നമുക്കൊരു റോപ്പ് അഡ്ജസ്റ്റ് നമുക്ക് ഈ സെറ്റിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും പുറത്തൊരു സെക്ഷൻ നമുക്ക് അതിന് കാണിച്ചു തരാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ വേറൊരു മോഡലിൽ വരുന്ന ഗ്രിപ്പ് അഡ്ജസ്റ്റ് അരക്കയർ തന്നെയാണ്. സേഫ്റ്റി ഉപയോഗം തന്നെയാണ്. നമുക്ക് ഇതിന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അതിൽ വരുന്ന വീണ്ടും നമുക്ക് ഹെൽമെറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഭൂരിഭാഗം ആളുകൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും ഒരു മടിയുള്ള സംഭവം തന്നെ ഇപ്പൊ തലയിൽ വെച്ചിട്ടായിട്ട് നമുക്ക് നടക്കാനുള്ളത്. പക്ഷെ അത് ഉപയോഗിച്ച് ശീലിച്ചാൽ, നമ്മളിത് ശീലാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഒഴിവാക്കാൻ കഴിയില്ല. ഇതിന്റെ ഇപ്പൊ അസ്വർണട എന്ന് പറഞ്ഞാൽ അവരുടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ചെവിക്ക് വരെ സപ്പോർട്ട് വരുന്ന ഹെൽമെറ്റ് ഇതൊക്കെ ഉള്ളതാണ്. നല്ല രീതിയിൽ അത് ഫ്രണ്ട് നമുക്കൊരു നെറ്റ് കവറും ഇതൊക്കെ ആയിട്ട് വരുന്ന ഹെൽമെറ്റുകളുണ്ട്. പക്ഷെ അതിലൊക്കെ സാധാരണക്കാരിൽ ഇതിന്റെ പ്രൈസ് ചിന്തിച്ചിട്ടാണ് നമുക്കൊക്കെ തിരിയാൻ പഠിക്കുന്നത്. അതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നതിൽ തന്നെ നമ്മളൊരു ഫ്രീ റൈറ്റ് സെന്റർ നമുക്ക് താഴെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്, മരത്തിൽ കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഇറങ്ങി വരുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീ റൈറ്റ് പോലത്തെ ഈ ഐറ്റം ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ കയറുന്നതിനൊക്കെ സിമ്പിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കയറി ഇറങ്ങേണ്ട ടൈമിൽ സിമ്പിൾ ആയിട്ട് നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്ക് താഴത്ത് സേഫ്റ്റിയോട് എടുക്കേണ്ട താഴത്തോട്ട് ഇറങ്ങി വരാൻ പറ്റും. അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കറാബിനറാണ്. ഇതൊക്കെ നോർമൽ ബേസിക് ആയിട്ട് കിട്ടുന്ന ഐറ്റങ്ങളാണ്. ഇതിലൊക്കെ മാർക്കറ്റിൽ നല്ല രീതിയിൽ നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ളത്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊരു ബേസിക്, ഇതിനൊക്കെ അത്യാവശ്യം 2.5 ടൺ വരെ ബ്രേക്കിംഗ് കപ്പാസിറ്റി വരുന്ന കുറച്ചുകളാണ്. ഇതാണ് കറാബിനർ. ഇതാണ് നമ്മുടെ ഫാളറസ്റ്റ്. അതായത് നമുക്കൊരു കിണർ പണിക്കോ അല്ലെങ്കിൽ മരത്തിൽ തന്നെ മുകളിൽ കയറുമ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇത് കയർ ലോക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ പോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് താഴെ ഇറങ്ങി വരുമ്പോൾ സപ്പോർട്ട് ചെയ്ത് പതുക്കെ നമ്മൾ ഇറങ്ങി വരുന്നതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് ഫാളറസ്റ്റ് ആണ്. ഈ ഐറ്റം ഒക്കെ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ളത്, നമ്മുടെ ജോലിക്ക് എളുപ്പമാക്കുന്നതും സേഫ്റ്റി ഉറപ്പാക്കുന്ന ഐറ്റങ്ങൾ തന്നെയാണ്. അതുപോലെ വരുമ്പോൾ നമുക്ക് പുള്ളി, അതായത് നമ്മുടെ വർക്കിൽ സേഫ്റ്റിക്കും ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ നമ്മുടെ ജോലിയിൽ മരം ലോഡ് വലിച്ചു നിർത്താനുള്ള സിറ്റുവേഷനുകളിൽ മരം മറിഞ്ഞു കിടക്കുന്ന മരങ്ങളെ വലിച്ചു നിർത്താനും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പുള്ളി അലോയ് മെറ്റീരിയൽ വരുന്നതാണ്. ഇതൊക്കെ 4 ടൺ കപ്പാസിറ്റി വരുന്ന പ്രൊഡക്റ്റാണ്. അത് ഡബിൾ പുള്ളിയാണ് ഒന്ന്, ഇത് സിംഗിൾ പുള്ളിയുണ്ട്. അതേപോലെ തന്നെ 3.5 ടൺ വരെ ബ്രേക്കിംഗ് കപ്പാസിറ്റി വരുന്ന ഐറ്റങ്ങളാണിത്. അതിലൊന്ന് വേറെ ഈ ഡിസെൻഡർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്, റോപ്പ് ഡിസെൻഡർ. ഇതിൽ റോപ്പ് ലോക്ക് ചെയ്ത് നമുക്ക് താഴെ ഫ്രീ ആയിട്ട് ഇറങ്ങി വരാനും നമ്മൾ ഒരു ഈ ലിവറിൽ തന്നെ ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റെക്ക് ആയിട്ട് നമ്മൾ അവിടെ നിൽക്കാം. ഇതിന് ഉപയോഗിക്കേണ്ട റോപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റൽ റോപ്പാണ്. അത് ഈ ടൈപ്പ് വരുന്ന സൈസ് കുറഞ്ഞ റോപ്പ് 10.5 അല്ലെങ്കിൽ 12 mm റോപ്പാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കഴിയുക. അപ്പൊ ഇതിന്റെ ഒക്കെ ഡെമോൺസ്ട്രേഷൻ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സിഗ്സാഗ്, ഇതും ഈ പെർമനന്റ് റോപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിനെ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് മരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഇതിലാണെങ്കിലും എന്തെങ്കിലും നമുക്ക് കയറി പോകുമ്പോൾ സപ്പോർട്ട് ഇട്ട് സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കയറി പോകാനും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഇറങ്ങി വരാനും ഒരുപോലെ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിഗ്സാഗ്. അതും നമുക്ക് എന്താ പറയാ, പെർമനന്റ് റോപ്പിലാണ് നമുക്ക് അതിന് ഉപയോഗിക്കാൻ കഴിയുക. അതുപോലെ വരുന്നതാണ് നമ്മുടെ വെബിംഗ് ബെൽറ്റ്. ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ അതിനറിയാൻ പറ്റും. ഈ ബെൽറ്റ് കൊണ്ട് നമുക്ക് കഴിയുന്ന മരം മുറിക്കാർക്ക് കഴിയുന്ന ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ സേഫ്റ്റിയുടെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ മരം മുറിക്കുന്ന കൊമ്പുകൾക്ക് തൂക്കി ഇറക്കാനായാലും അല്ലെങ്കിൽ എന്താ പറയാ, കുറെ ബുദ്ധിമുട്ടി നമ്മൾ ചെയ്യുന്ന വർക്കുകളെ ഈസി ആക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ വെബിംഗ് ബെൽറ്റ്. 1.5 മീറ്റർ നീളം വരുന്ന വെബിംഗ് ബെൽറ്റ് ആണ്. ഇതിന്റെ തന്നെ ഒരു 2 മീറ്റർ നീളം വരുന്നതുണ്ട്. ഇത് വരുന്നതാണ് നമ്മുടെ പോർട്ടൽ റാപ്പ് എന്ന് പറയുന്ന ഒരു
ഉപകരണം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജോലിയിൽ ഈ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ എത്രത്തോളം സമയം നമുക്ക് ലാഭിക്കുന്നുണ്ടോ അതുപോലെ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ ജോലിയിൽ സമയം ലാഭിക്കുന്ന ഒരു ഐറ്റമാണ് ഈ പോർട്ടേബ്രാപ്പ് എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന മെയിൻ കാര്യം നമ്മുടെ മരത്തിലെ ശിഖരങ്ങൾ ഇറക്കുന്ന സമയത്ത് കയറിൽ തൂക്കി ഇറക്കുന്ന സമയത്ത് കയറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിൽ സാധാരണ രീതിയിൽ നമുക്കൊരു മരം പിടിക്കാൻ വേണ്ടി ഒരു കയറ് മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിന് കയറിന്റെ താഴെ കംപ്ലീറ്റ് മടക്കിയെടുത്ത് വേറെ മരത്തിൽ ചുറ്റിയിട്ടാണ് നമ്മൾ ഇതിനെ താഴെ ഇറക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മരത്തിൽ ഇതിനെ ലോക്ക് ചെയ്യും. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിനെ കൊമ്പ് താഴ്ത്തി ഇറക്കാൻ, അതായത് നമ്മൾ ഈ കയറ് സാധാരണ രീതിയിൽ കയറ് മടക്കുന്ന സമയം കൊണ്ട് തന്നെ കൊമ്പ് തന്നെ മുറിച്ച് പണി തീർക്കാൻ കഴിയുന്ന ഒരൈറ്റമാണത്. അതുപോലെ നമ്മുടെ ഈ റൂണീസോ ഈ ഈസി കട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നല്ല ഷാർപ്പായിട്ട് തന്നെ നമുക്കിതിന് കട്ട് ചെയ്യാൻ പറ്റുന്നതിന് നല്ല ഒരു എന്താ പറയാ നല്ല ഷാർപ്പായിട്ട് അത്യാവശ്യം ലൈഫ് കിട്ടുന്ന ഒരു ബ്ലേഡ് തന്നെയാണ്. അതല്ലേ ഇത്ര ബെൻഡ് ചെയ്താലും ഇതിനെ നമുക്കൊരു ഒരു മാറ്റം ഇതിന് സംഭവിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ ബ്ലേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഈസി കട്ട്. ഇത്തരം ഐറ്റങ്ങളാണ് നമുക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ ഇനി നമ്മുടെ ഈ സ്പൈക്ക് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കാണാം. അതിനോട് കഴിച്ചിട്ട് അത് കിട്ടിപ്പോയി നമ്മൾ സ്പൈക്ക് അത് കാലിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് വലത്തെ കാലിന്റെ സ്പൈക്കാണ്. നമുക്കിപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അത് ഈ മുള്ള് കാലിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യുക. അതിന് നേരെ നമ്മളുടെ ഈ മുകളിലത്തെ പട്ട ഈ മുകളിൽ വരുന്ന ബെൽറ്റ് കറക്റ്റ് ചെയ്ത് പരമാവധി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്താൽ നമുക്ക് അതിലൊരു ഹോള് നമ്മൾ ആവശ്യത്തിനൊരു കാലിന്റെ അളവിലൊരു ഹോള് സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കതിനെ സെറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിനെ ലോക്ക് ചെയ്യുന്നത്. അത് അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഒരു ഹോള് ഇട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കാലിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സ്പൈക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ കാലിലെത്തേണ്ടത്. നമ്മളുടെ ഒരു അവയവമായിട്ട് മാറും. ശരിക്കും ഉള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് അതിനെ കറക്റ്റ് കുത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവയവമായിട്ട് മാറുന്നതാണ് ആ സ്പൈക്കിന്റെ മുള്ള്. അപ്പോൾ അതിനെ ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ സെറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. നല്ല ചൂടുണ്ടല്ലേ? ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിനെ ലോക്ക് ചെയ്യുന്നത്. അത് അതിനെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഒരു കോഡ് ഇട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ കാലിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സ്പൈക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ കാലിലെത്തേണ്ടത്. നമ്മളുടെ ഒരു അവയവമായിട്ട് മാറും. ശരിക്കും ഉള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് അതിനെ കറക്റ്റ് കുത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവയവമായിട്ട് മാറുന്നതാണ് ആ സ്പൈക്കിന്റെ മുള്ള്. അപ്പോൾ അതിനെ ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ സെറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. നല്ല ചൂടുണ്ടല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾക്ക് സ്പൈക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നമുക്ക് രണ്ട് കാലില് രണ്ട് ഉൾസൈഡിലായിട്ട് ഈ രണ്ട് മുള്ള് ഇതിനെ കുത്തിയാണ് കുത്തിയാണ് നമ്മൾ മരത്തിൽ കയറുന്നത്. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇത് വെച്ചിട്ട് എല്ലാ മരത്തിലും കയറാൻ കഴിയുമല്ലോ, ഈ പന പോലുള്ളത് അല്ലെങ്കിൽ വട്ടം കിടക്കുന്ന കൊമ്പുകളിൽ കയറാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. സാധാരണ എന്താണ് അവസ്ഥ? ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നമുക്ക് ഉണ്ണിച്ചേട്ടൻ തന്നെ ഇപ്പൊ കുറച്ച് ഏകദേശം ഒരു 4 വർഷമായിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മളിന്ന് എടുത്തിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഉണ്ണി. ഏത് മരത്തേലും സിമ്പിൾ ആയിട്ട് കയറാം നമുക്ക്. ഇതിന്റെ ഗുണം അതാണ് ഏറ്റവും വലുത്. അതായത് പന, കവുങ്ങ്, തെങ്ങ് അങ്ങനെ എത്ര ഇഞ്ച് വന്നുള്ള മരത്തേലും നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രായ്പ കയറുമാതിരി അല്ല. രായ്പ കയറുമ്പോഴത്തേക്ക് ഇതാകുമ്പോൾ നമുക്ക് അതായത് സിമ്പിളായിട്ട് ആയാസത്തോടെ കയറിപ്പോ. അതാണ് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത്.
എത്ര ഉയരത്തിലും എത്ര ചെറിയ കമ്പയിലും നമുക്ക് സിമ്പിളായിട്ട് പണിയെടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ ഇതാണ്, ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളില്ല. നമ്മൾ ആലോചിക്കുന്നവർക്കാണ്, ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് ചെറിയ മരത്തിൽ അല്ലെങ്കിൽ തെങ്ങിൽ പന പോലുള്ളതിലൊക്കെ കയറാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും അതിനില്ല. അതേപോലെ നമുക്ക് വേണ്ടത് നമ്മുടെ സേഫ്റ്റി ബെൽറ്റ്. അത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അരയ്ക്കും കാലും കൂടെ വരുന്ന ബെൽറ്റാണ്. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വയറൊന്ന് ഒതുക്കി പിടിച്ച് അതിൻ്റെ ഇതിനുള്ളിലേക്ക് ലോക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് സേഫ് ആയിരിക്കും. ഇനി വരുന്നത് കാലിലുള്ള ലോക്കാണ്. ഈ രീതിയിൽ നമുക്ക് ഈ രണ്ട് ബെൽറ്റിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ബൈച്ചേട്ടൻ സെറ്റ് ചെയ്തത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എല്ലാതെയും നമുക്കതിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് ടൈറ്റ് ചെയ്ത് നമുക്കിതിനെ ലോക്ക് ചെയ്ത് എന്തൊന്ന് ലോക്ക് ചെയ്തിട്ടാൽ അപ്പോൾ അത് അഴിഞ്ഞു പോകുന്നതിനെ പേടിക്കാതെ തന്നെ നമുക്കതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ഈ ബെൽറ്റിലാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ ഒരു ഹുക്ക് ഉണ്ട്. നമുക്ക് കയറി പോകുന്ന സമയത്ത് മരത്തിൽ വലിയ മരങ്ങളിലോ ഇതിലൊക്കെ കയറി പോകുന്ന സമയത്ത് നമുക്ക് റോപ്പറിന് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് തന്നെ നമുക്കതിൽ കയറി പോകാൻ കഴിയും. ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പാളറസ്റ്റ് അല്ലെങ്കിൽ ഫിഗറേറ്റ് ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് അത്യാവശ്യമായിട്ട് വരുന്നത്. അതിനാണ് ഈ ഹുക്ക് നമുക്ക് വരുന്നത്. നമ്മുടെ സൈഡിൽ രണ്ട് അരക്കയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഹുക്ക് നമുക്കതിനെ കണക്ട് ചെയ്തിടാൻ പറ്റും. ഇതിൽ തന്നെ നമുക്കൊരു ചെയിൻസോ ഹാങ് ചെയ്തിടാനുള്ള ഒരു ഹുക്കും നമുക്ക് ഇതിലുണ്ടാവും. അപ്പൊ ഇത്രയാണ്. ഇനിയിപ്പോ അരക്കയറിന്റെ ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് അരക്കയർ ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സൈഡാണോ നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യുന്നത് അതിനെ ഈ സൈഡ് ഇട്ടതിന് ശേഷം, അതായത് ഇത് ലോക്ക് ചെയ്തതിന് ശേഷം ഈ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സേഫ് ആണോന്ന് സേഫ്റ്റി ആണോന്ന് നമ്മളതിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യുക. ഇതിനെ ലോക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് ത്രെഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് തന്നെ നമ്മളിത് മരത്തിൽ ചുറ്റി, തെങ്ങിലോ മരത്തിൽ എന്തായാലും നമ്മളിതിനെ ചുറ്റിയെടുത്ത് നമുക്കിതിനെ ഈ രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വെറുതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു കൈക്ക് തന്നെ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നീളം കൂട്ടാനായാലും കുറക്കാനായാലും ഈസി ആയി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ലോഡ് ഇത് വലിച്ചാലും ഇത് പുറകിലോട്ട് അഴിഞ്ഞു പോകില്ല, ധൈര്യമായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. നമ്മളൊരു വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് സേഫ്റ്റി പ്രൊഡക്റ്റാണ്, സേഫ്റ്റി ഉപകരണങ്ങൾ, അത് വെച്ച് അപകടങ്ങൾ ഉണ്ടാവില്ല. അത് പരമാവധി ഇത് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ നോക്കാനുള്ളത്. മറ്റേ സാധാരണ നമ്മൾ അരക്കയർ കെട്ടുന്നതിനേക്കാൾ വിട്ട് ഒരുപാട് സേഫ്റ്റി തന്നെയാണ്. കൂടുതൽ ആളുകളുടെയും പ്രശ്നം ഈ സേഫ്റ്റി ഉപയോഗിക്കാനായിട്ടുള്ള പേടി, അവരുടെ സംശയങ്ങൾ. ഇപ്പോൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ 2020, 2021 മുതൽ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇത് സേഫ് ആണോ സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴും. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ സാധാരണ ഒരു കയറിഞ്ഞ് അതിൽ തൂങ്ങി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സേഫ് അല്ലാതെ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ സേഫ്റ്റി ഉപയോഗിക്കാൻ പേടിച്ചിട്ട് ഇത് സേഫ്റ്റി ആണോ സേഫ് ആണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ള. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് പുറത്താണ് ഇതിൻ്റെ ട്രെയിനിങ് സെക്ഷൻ ഉള്ളത്. നമുക്ക് അവിടെ ഒരു 2-3 മരങ്ങളുണ്ട്. അതിൽ നമുക്ക് കയറി നോക്കേണ്ടവർക്ക് കയറി നോക്കാം. അല്ലാതെ ഇവർ നമുക്ക് ഇതിനെ കയറാൻ്റെ രീതി എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബൈച്ചേട്ടന് അതേമാതിരി ജംഷീർ ഇവരൊക്കെ നമുക്കതിന് കാണിച്ചു തരും. നമുക്ക് നേരെ അങ്ങോട്ട് തിരിയാം. അതിന് മുമ്പ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക്